നമ്മളെല്ലാവരും വാട്സാപ്പിൽ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യുന്നവരാണല്ലേ. ചില ആളുകൾ ദിവസവും ഓരോരോ പ്രൊഫൈൽ ഫോട്ടോ വീതം മാറി മാറി സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ വാട്സാപ്പിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും വാട്സാപ്പിന്റെ DP ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ക്രോപ്പ് ചെയ്യേണ്ടി വരും. ഫുൾ സൈസ് ഫോട്ടോ ആണെങ്കിൽ ചിലപ്പോൾ കാല് കാണില്ല, ചിലപ്പോൾ തല കാണില്ല. ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ ട്രിക്കിലൂടെ നിങ്ങൾക്ക് എത്ര നല്ല ഫോട്ടോ ആണെങ്കിലും ക്രോപ്പ് ചെയ്യാതെ വാട്സാപ്പിന്റെ DP ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ പ്രൊഫൈൽ പിക്ചർ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ അതിലേക്ക് ഒരു പ്രൊഫൈൽ പിക്ചർ ഗാലറിയിൽ നിന്നും എടുത്ത് ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു പിക്ചർ കണ്ടോ, ഇതിൻ്റെ ഫുൾ സൈസ് ഫോട്ടോ എനിക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ക്രോപ്പ് ചെയ്യേണ്ടി വരും. മറ്റൊരു ഫോട്ടോ നമുക്കൊന്ന് നോക്കാം. മറ്റൊരു ഫോട്ടോ ഞാൻ എടുത്തു, ഇതും നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടി വരും. ഇങ്ങനൊരു പ്രശ്നം വാട്സാപ്പിൽ ഉണ്ട്. എന്നാൽ ഞാനൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു QR കോഡ് കാണും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. ഇതിലൂടെയും ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇടയ്ക്ക് പരസ്യം വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഫ്രീ വെർഷൻ ആയതുകൊണ്ടാണ് പരസ്യം വരുന്നത്. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ നമുക്കത് വേണ്ട, ഡോൺ അലോ കൊടുക്കുക. ഇപ്പോൾ 4 ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ടാകും. ഗാലറി, ക്യാമറ, സെറ്റിങ്സ്, പ്രീമിയം. പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ പരസ്യം വരികയാണെങ്കിൽ അത് ഇല്ലാതാക്കാനും പിന്നെ സേവ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കാണേണ്ടി വരും. ആ വീഡിയോ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രീമിയം. ചെറിയൊരു വീഡിയോ ആണ്, ചെറിയ പരസ്യങ്ങളെ ഇടയ്ക്ക് മാത്രം വരികയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രീമിയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗാലറി എന്ന ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. നേരത്തെ ഞാൻ സെലക്ട് ചെയ്ത അതേ ഫോട്ടോ തന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതായിപ്പോൾ ഫുൾ ഫോട്ടോ അതിൻ്റെതായ സൈസിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. താഴെ ഒരുപാട് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ സൈസ് മാറ്റാം, ഫിൽറ്റേഴ്സ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെതായ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊക്കെ കളേഴ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റാം, ചേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊന്നും അതിലേക്കൊന്നും കിടക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടും. ഞാനിപ്പോൾ തൽക്കാലം ആ ഒരു സൈസിൽ മാത്രം ഇവിടെ സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്ന ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ്. ബാക്ക് വന്നിട്ട് ഇവിടെ ഞാൻ ഇത് ഇങ്ങനെ തന്നെ സേവ് ചെയ്യാണ്. ഇവിടെ മുകളിൽ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു വീഡിയോയുടെ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നുണ്ട്, കാരണം ഇത് ഫ്രീ വെർഷൻ ആയതുകൊണ്ട്. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ ഇവിടെ വരും. ആ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് ഈ സ്ക്രീനിൽ തന്നെ ഈ ഒരു ഫോട്ടോ സേവ് ആയി എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ അതിൻ്റെ ടൈം കൗണ്ടിങ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ 30 സെക്കൻഡ്, ചിലപ്പോൾ 20 സെക്കൻഡ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഇവർ കാണിച്ചു തരിക. ഇത് പ്രീമിയം വെർഷൻ അല്ലാത്തത് കൊണ്ട്. ഓക്കെ, നമുക്ക് അതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കുറച്ചു നേരം വീഡിയോ കാണുക. ഇവിടെ ആ സെക്കൻഡ് തീരുന്നതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇമേജ് സേവ്ഡ് എന്ന് കാണിക്കും. ഓക്കെ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവിടെ കണ്ടോ, ഇമേജ് സേവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് ഇവിടെ സേവ് ആയിട്ടുണ്ടാകും. ഓക്കെ, നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു ഇമേജ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാലറിയിൽ സെറ്റ് ആകുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കറക്റ്റ് സൈസ് തന്നെയാണോ എന്ന് നോക്കാം. ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്തു. ഞാൻ നേരത്തെ പോലെ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു, സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു, പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു, ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്തു, അതേ ഫോട്ടോ സെലക്ട് ചെയ്തു. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടും ആ ഒരു ഫോട്ടോ അതേ ഫുൾ സൈസിൽ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെ ഡണ്ണ് കൊടുത്താൽ മതി. ഇത് പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ആവും. ഞാനിപ്പോൾ ഡണ്ണ് കൊടുക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, ആ ഒരു ഫോട്ടോ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഏത് ഫോട്ടോവും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ DP ആയിട്ട് സെറ്റ് ചെയ്യാം. അത് ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിലും സിംഗിൾ ഫോട്ടോ ആണെങ്കിലും. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.